വെൽക്കം ടു പിന്നെ സ്റ്റോറീസ്. ചേച്ചിക്കുട്ടി, നിന്റെ ഫോണിൽ എന്താ 2 ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഒന്ന് എൻ്റെയാ, മറ്റേതാരുടെയാ? ഗൗതം ചോദിച്ചു. 2 ഡിവൈസോ? അതെങ്ങനെ? വേറെ ആരുടെ ഇല്ലല്ലോ. ചിലപ്പോഴേ നിന്റെ പുതിയതായിട്ട് കണക്ട് ചെയ്തതല്ലേ, അപ്പം അങ്ങനെ ഉണ്ടാവാം എന്ന് ഗൗരി മറുപടി പറഞ്ഞു. ചേച്ചി, എന്താ പ്രോഗ്രാം ഇന്ന്? ഞാൻ വെക്കേഷനായിട്ട് എവിടെയും പോയിട്ടില്ല. അച്ഛനും അമ്മയും കുട്ടികളെ പോലെ എന്നെ പാർക്കിലെ കൊണ്ടുപോവാ. നമ്മുടെ വൈബിനെ അവർ മാച്ചല്ലാന്നേ. ചേച്ചി, നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? നിനക്കിപ്പോൾ കറങ്ങാൻ പോണം. അതിനെ അവരുടെ വൈബിനൊന്നും പറയണ്ട കേട്ടാ. നമുക്ക് പോകാം, പക്ഷേ ഇന്നല്ല. ഒരു 2 ദിവസം കൂടി കഴിയട്ടെ. ചേച്ചി വന്നിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ, ഗൗരി പറഞ്ഞു. എന്നാ ശരി ചേച്ചി, നമുക്കിപ്പോഴേ ഒരു സിനിമ കണ്ടാലോ? അത് വേണേ കാണാം. നീ പോയി TV ഓണാക്ക്. ഞാൻ അപ്പോഴേക്കും അടുക്കളയിൽ പോയി സ്നാക്സ് വല്ലതും എടുത്തിട്ട് വരാം, ഗൗരി പറഞ്ഞു. അവൾ പോയി തിരിച്ചെത്തുമ്പോഴേക്കും സിനിമ തുടങ്ങിയിരുന്നു. ചേച്ചി, ഈ സിനിമ നീ കണ്ടിട്ടുണ്ടോ? ഇതിലെ ഹീറോ കൊള്ളാലേ, ഗൗതം പറഞ്ഞു. ഇല്ലടാ, ഞാൻ കണ്ടിട്ടില്ല. എന്നാലേ ഞാനിത് 4ാമത്തെ വട്ടാ കാണുന്നേ. ആണോ? എന്നാ മാറ്റണോ? അയ്യ വേണ്ട ചേച്ചി, എനിക്ക് ഈ മൂവിയെ ഭയങ്കര ഇഷ്ടമാടി. ഇതിലെ ഹീറോയും ഹീറോയിനും ഇല്ലേ ഒരു യാത്രയിലാണ് കണ്ടുമുട്ടുന്നത്. ആ യാത്രയിൽ പരസ്പരം അറിഞ്ഞു, സംസാരിച്ചു. അപ്പോൾ ഒന്നും അവരുടെ ഇടയിലില്ലേ ഒരു സൗഹൃദം പോലും ഉണ്ടായിരുന്നില്ല. ഒരു അപരിചിതർ മാത്രമായിരുന്നു. അവരടുത്തത് അവർ പോലും അറിഞ്ഞില്ല. പിന്നെ യാത്ര കഴിഞ്ഞ് അവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് അവർ അടുത്തത് അറിഞ്ഞ്. പരസ്പരം മിസ് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ തിരച്ചിലായി. കുറേ നാളത്തെ തിരച്ചിലിനൊടുവിൽ അവർ കണ്ടുമുട്ടി. അപ്പോൾ രണ്ടാൾക്കും ഒരേപോലെ ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ അവരൊന്നിച്ചു. അങ്ങനത്തെ ഒരു ഹാപ്പി എൻഡിങ്ങാ ഈ മൂവി. ഗൗതം ഇതൊക്കെ പറയുമ്പോൾ ഗൗരിയുടെ മനസ്സ് പെട്ടെന്ന് ആ ട്രെയിൻ യാത്രയിലേക്ക് പോയി. ആരായിരിക്കും ആ പുള്ളിക്കാരൻ? എവിടെന്നാ വന്നേ പെട്ടെന്ന് എൻ്റെ രക്ഷയ്ക്ക്? പേര് ശങ്കർ എന്നാ. വീടൊന്നും അറിയില്ലല്ലോ. ആള് മുരടനാ, ബട്ട് നൈസാ. ആ ബിസ്ക്കറ്റ് പാക്കറ്റ് കൊണ്ട് എന്നെ തൊട്ടേ. ഇത്തിരി കൂടി ഡീറ്റെയിൽസ് അറിയണമായിരുന്നു. എന്തായാലും ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ആളുടേത്, ഗൗരി ആലോചിച്ചു. ഹലോ ചേച്ചി, നീ എന്താടി ആലോചിക്കുന്നേ? ഗൗതം ചോദിച്ചപ്പോഴാണ് അവൾ ആലോചന നിർത്തിയേ. ഒന്നുമില്ല എന്നവൾ മറുപടി കൊടുത്തു. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട. ഇങ്ങനെ ഒരാൾ എപ്പോൾ ചേച്ചിയുടെ ലൈഫിൽ വരുമെന്നല്ല ആലോചിച്ചേ. എവിടെയാണോ എൻ്റെ അളിയൻ, ഗൗതം പറഞ്ഞു. അയ്യടാ, ഒന്ന് പോടാ. ഞാൻ അതല്ല ആലോചിച്ചേ. പിന്നെന്താ ആലോചിച്ചേ? അത് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ആൻറ്റി റൂമിലേക്ക് വന്നു. ഉറങ്ങുന്ന പരിപാടിയൊന്നും ഇല്ലേ? ടൈം 11 ദേ ഉറങ്ങുന്ന ആൻറ്റി. അമ്മ, ഞാനേ ചേച്ചിയുടെ കൂടെ കിടക്കുന്നേ എന്ന് ഗൗതം പറഞ്ഞു. എനിക്കതറിയാലോ. ഗൗരിമോള് വന്നാ നിനക്ക് പിന്നെ വേറെ ആരെയും വേണ്ടല്ലോ. എന്നാ ശരി എന്ന് പറഞ്ഞ് ആൻറ്റി പോയി. ആൻറ്റി പോയ ശേഷം അവർ ഉറങ്ങാൻ കിടന്നു. ഇതേ സമയം രാത്രി ഏറെ വൈകിട്ടാണ് ശങ്കർ അവൻ്റെ വീട്ടിലെത്തിയത്. വീട്ടിലേക്ക് കയറിയ പാടെ റൂമിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. എന്നിട്ട് അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു, അമ്മ ഒരു ചായ എന്ന്. പെട്ടെന്നാണ് അവൻ ആ സത്യം ഓർത്തത്. ചായ ഇട്ട് തരാൻ ഇപ്പോൾ അമ്മയില്ലല്ലോ എന്ന്. അമ്മ മാത്രമല്ല ചേച്ചിയും അച്ഛനും അങ്ങനെ അവൻ്റെ ആരും തന്നെ ഇപ്പോൾ അവൻ്റെ ഒപ്പം ഇല്ലെന്ന സത്യം. തികച്ചും ആ വലിയ വീട്ടിൽ അവൻ ഒറ്റയ്ക്കാണെന്ന്. ഈ ഭൂമിയിൽ നിനക്കായി ആരുമില്ല എന്ന ആരോ പറയുന്ന പോലെ അവന് തോന്നി. ശങ്കറിന് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവൻ ഓടിപ്പോയി ഫ്രിഡ്ജിൽ നിന്ന് മദ്യം എടുത്ത് കുടിച്ചു. ഉറക്കം വരാനായി ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിരുന്നു അവന് മദ്യം. അവൻ ഉറങ്ങാൻ തുടങ്ങി. ഉറങ്ങുന്നതിടയിൽ പറയുന്നുണ്ട്, ഞാൻ അനാഥനാ, അച്ഛ അമ്മ എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ. ഇപ്പോഴും അവൻ്റെ ഫോണിൽ ആരുടെയോ വൈഫൈ കണക്റ്റ് ആയിരുന്നു. ഗൗരി രാവിലെ എഴുന്നേറ്റപ്പോൾ നായ കുരയ്ക്കുന്ന ഒരേ സൗണ്ട്. ഇതെന്താപ്പാ ഇങ്ങനെ ഒരു സൗണ്ട് ഇപ്പോൾ എന്നവൾ ആലോചിച്ചു. അവൾ എഴുന്നേൽക്കും മുമ്പ് ഗൗതം എഴുന്നേറ്റിരുന്നു. ഡാ ചെറുക്ക, ഇവിടെ വല്ല പെറ്റ് ഷോപ്പും ഉണ്ടോ? ഇതെന്താ ഇത്ര നായ കുരയ്ക്കുന്ന ശബ്ദം? ഡോറൊക്കെ പോയി. അതോ ശിവേട്ടൻ വന്നിട്ടുണ്ടാവും, അതാ. ഏട്ടൻ വളർത്തുന്ന ഡോഗ്സാ ചേച്ചി?
ശിവേട്ടനോ? അതേത് അവതാര? അവതാരോ? ആ, ഒരു അവതാര തന്നെ എൻ്റെ ശിവേട്ടൻ. ചേച്ചി വരുമ്പോൾ കണ്ടില്ലേ നമ്മുടെ ഓപ്പോസിറ്റ് ഒരു വലിയ വീട്, സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള? അതാ ശിവേട്ടൻ്റെ വീട്. നമ്മുടെ ഈ ഏരിയത്തെ ചുള്ളനാ ശിവേട്ടൻ. നല്ല ഹൈറ്റും നല്ല കളറും നല്ല കട്ടൻ മീശയൊക്കെ ആയിട്ടേ നല്ല ലുക്കാ ശിവേട്ടനെ കാണാനേ. ഇവിടെ കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ശിവേട്ടന്, പക്ഷേ ആരും ശിവേട്ടൻ്റെ അടുത്ത് പോവില്ല. അതെന്താണ് ഇപ്പോൾ പോവാത്തെ? ഗൗരി ചോദിച്ചു. അടുത്ത് പോയാൽ ഏട്ടൻ ചീത്ത പറഞ്ഞു ഓടിക്കും. ശിവേട്ടൻ്റെ അടുത്ത് ഈ കലിപ്പനും കാന്തരി കളിയൊന്നും നടക്കില്ല. അങ്ങനെ കളിക്കാൻ പോയവരെയൊക്കെ ഏട്ടൻ ശരിയാക്കിയിട്ടുണ്ട് മുമ്പ്. പിന്നെ ഇപ്പം ആരും പോകാറില്ല കേട്ടോ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അതെന്താ? അത് പിന്നെ എന്ന് പറഞ്ഞ് ഗൗതം കാരണം പറയുന്നതിന് മുമ്പ് ആൻറ്റി അവരെ ഫുഡ് കഴിക്കാൻ വിളിച്ചു. ഗൗതം, നീ താഴെ പൊക്കോ, ഞാൻ ഒന്ന് ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് ഗൗരി പറഞ്ഞു. പക്ഷേ ഇതേ സമയം ശങ്കറാണെങ്കിൽ ശങ്കറിൻ്റെ വീട്ടിൽ മെല്ലെ എഴുന്നേറ്റേ ഉള്ളൂ. നായ്കളെ വിശന്നിട്ട് ഒരേ കുരയായിരുന്നു. ആ സൗണ്ട് കേട്ടിട്ടാ തന്നെയാ ശങ്കരും എണീറ്റ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ആരാ ഗൗതമിൻ്റെ ശിവേട്ടൻ എന്ന്? എങ്ങനെ ഗൗരിയുടെ ഹോസ്പിറ്റലിൽ 2 കണക്ഷൻ വന്നേന്ന്? ശങ്കർ തന്നെയാണ് ശിവേട്ടൻ, അതായത് ശിവശങ്കർ, നമ്മുടെ കഥയിലെ ഹീറോ. ഗൗരി അറിയുന്നില്ല കേട്ടോ ശങ്കർ അവളുടെ അടുത്ത് തന്നെ ഉണ്ടെന്ന്. അവൾ കാണണമെന്ന് ആഗ്രഹിച്ച ആളിൻ്റെ കഥയാണ് അനിയൻ പറഞ്ഞതെന്ന്. ശങ്കർ എഴുന്നേറ്റ് മുഖമൊക്കെ കഴുകി ഡോഗ്സിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഓപ്പോസിറ്റ് വീട്ടിലുള്ള ബാൽക്കണിയിൽ ഗൗരി നിൽപ്പുണ്ടായിരുന്നു. അവൾ തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ശങ്കറിന് അവളെ മനസ്സിലായില്ല. ശങ്കർ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. ആ വീടാണെങ്കിൽ അലങ്കോലായി കിടക്കായിരുന്നു. പക്ഷേ ശങ്കറിന് അതൊന്നും കാര്യമില്ല. ഇന്നലെ അടിച്ചതിൻ്റെ കെട്ടേ അവന് വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. അവൻ ഒരു ചായ ഉണ്ടാക്കി ബാഗിൽ നിന്ന് ബിസ്ക്കറ്റ് പാക്കറ്റ് എടുത്തു. ആ ബിസ്ക്കറ്റ് എടുത്തപ്പോഴാ അവന് ഗൗരിയുടെ ഓർമ്മ വന്നത്. അവനറിയാതെ അവൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. അവളെ ഒന്ന് കാണാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളാൻ തുടങ്ങി. അവൻ കണ്ണാടിയിൽ നോക്കി സ്വയം പറഞ്ഞു, ദാടാ ശങ്കര, നിനക്ക് ആ പെണ്ണിനെ കാണുന്നുണ്ടോ? എന്തിനാടാ വെറുതെ നിന്റെ നശിച്ച ജീവിതത്തിലേക്ക് അവളെയും കൂടി കൂട്ടുന്നേ? നീ അന്വേഷിച്ച അവളെ നിനക്ക് കണ്ടെത്താൻ പറ്റും. ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അതിനുള്ള പവറും നിനക്കുണ്ട്. പക്ഷേ നിനക്കുള്ളതാണെങ്കിൽ നിന്നെ തേടി വരും. അങ്ങനെ വന്നാൽ മാത്രം വേണ്ടാത്ത ഇത്തരം ചിന്തകളെ കൊണ്ടു നടന്നാൽ മതി. പിന്നെ നിന്റെ ഭാഗ്യത്തിന് അങ്ങനെ വരാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് മാലയിട്ട് വെച്ചിരിക്കുന്ന അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയുടെയും ഫോട്ടോ നോക്കി. അപ്പോഴേക്കും ശങ്കറുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കമ്പനിയിലെ മാനേജറായിരുന്നു വിളിച്ചത്. സർ, ഞാൻ വരുണാണ്. ഇന്നാണ് ബോംബെ കമ്പനിയുമായുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്യേണ്ടത്. സർ വരുന്നില്ലേ? വരുൺ ചോദിച്ചു. ഞാൻ വരുന്നുണ്ട്, താൻ എഗ്രിമെൻറ്റ് റെഡിയാക്കി വെക്കി എന്ന് ഗൗരവമേറിയ സൗണ്ടിൽ ശങ്കർ മറുപടി കൊടുത്തു. എന്നിട്ട് ശങ്കർ റെഡിയാവാൻ പോയി. ഇവിടെ ഗൗരിയുടെ വീട്ടിലാണെങ്കിൽ ഗൗരിയെ ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കുക ആൻറ്റി. അവൾക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ദേ മമ്മി, മകൾ വന്നു പറഞ്ഞിട്ട് മകനെ മറന്നു. ചേച്ചിക്ക് ഇഷ്ടമുള്ള മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഗൗതം ഇത്തിരി പിണക്കാതടിച്ച് ചോദിച്ചു. മറന്നിട്ടൊന്നുമില്ല, എനിക്ക് നിന്നെ എപ്പോഴും കിട്ടില്ലേ, പക്ഷെ മോളെ എപ്പോഴെങ്കിലും അല്ലേ കിട്ടുള്ളൂ. അതാ അവൾക്ക് ഇഷ്ടമുള്ള ഉണ്ടാക്കിയ. നീ പറഞ്ഞോടാ, നിനക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി തരാലോ. അയ്യോ വേണ്ട മമ്മി, ചേച്ചിക്ക് ഇഷ്ടമുള്ളത് തന്നെ ഉണ്ടാക്കിക്കോ, ഗൗതം പറഞ്ഞു. അതെന്താടാ, നീ പിണങ്ങിയോ? ഗൗരി ചോദിച്ചു. അയ്യേ, ഞാൻ പിണങ്ങോ ഇതിനൊക്കെ? വേറെ വല്ലവരും ആണെങ്കിൽ ഞാൻ സീനാക്കും. പക്ഷേ ഇതെൻ്റെ ഗൗരിക്കുട്ടിക്കല്ലേ, അപ്പോൾ കുഴപ്പമില്ല. അതെന്താടാ കുഴപ്പമില്ലാത്ത? ഗൗരി ചോദിച്ചു. അതില്ലേ ചേച്ചിൻ്റെ ജീവനല്ലേ, എനിക്ക് എന്ത് കിട്ടിയില്ലെങ്കിലേ കുഴപ്പമില്ല, എൻ്റെ ചേച്ചിയെ കിട്ടണമെന്നാ. അവൻ പറഞ്ഞത് കേട്ടതും അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. തൻ്റെ കൂടപ്പിറപ്പ് തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ. രാത്രി ശങ്കർ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഗൗരിയുടെ ആൻറ്റി പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോനെ ശിവ, നീ എപ്പോഴാണ് എത്തിയത്? ശങ്കറിനോട് ആൻറ്റി ചോദിച്ചു. ഇന്നലെ ആൻറ്റി, ലേറ്റായി കുറച്ച്, അവൻ മറുപടി കൊടുത്തു. ആണോ മോനെ, നീ ഫുഡൊന്നും ഉണ്ടാക്കണ്ട, ഇവിടെ ഫുഡുണ്ട്, ഇങ്ങ് വായോ തരാം എന്ന് ആൻറ്റി പറഞ്ഞു. ആൻറ്റിയോട് വേണ്ടെന്ന് പറഞ്ഞിട്ടും ആൻറ്റി വിട്ടില്ല അവനെ. ആൻറ്റി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലാണെങ്കിൽ ബഹളമായിരുന്നു. പാട്ടൊക്കെ വെച്ചിട്ട് ശങ്കർ ഉള്ളിൽ കയറി. ആൻറ്റി ഇരിക്കാൻ പറഞ്ഞു അവനോട്.
അപ്പോഴേക്കും ശങ്കറിൻ്റെ ഫോണിൽ മെസ്സേജ് വരാൻ തുടങ്ങി. അവൻ ഫോൺ എടുത്തതും വൈഫൈ കണക്റ്റ് ആയിരിക്കുന്നു. അവന് പെട്ടെന്നാണ് ഗൗരിയുടെ ഓർമ്മ വന്നത്. അപ്പോഴാണ് രാവിലെ കണ്ട പെൺകുട്ടിയുടെ രൂപവും മനസ്സിൽ വന്നത്. അത് ഗൗരിയാണോ എന്ന് അവന് തോന്നി. അവൻ്റെ ഹൃദയം വല്ലാണ്ട് ഇടിക്കുന്നുണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. ആൻറ്റി ഫുഡ് കൊണ്ട് അപ്പോഴേക്കും വന്നിരുന്നു. ഫുഡ് ശങ്കറിന് കൊടുത്തു. അവൻ ഗൗരിയെക്കുറിച്ച് ചോദിക്കണമെന്നുണ്ട്. എങ്ങനെ ചോദിക്കും? ചോദിക്കാതിരുന്ന അവന് സമാധാനം കിട്ടില്ലെന്ന് അവനറിയായിരുന്നു. ആൻറ്റി, ഇവിടെ പുതിയ ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് രണ്ടും കൽപ്പിച്ച് അവൻ ചോദിച്ചു. ആൻറ്റി പറഞ്ഞു, അതെ വന്നിട്ടുണ്ട്, എൻ്റെ ഏടത്തിയുടെ മകള്. ഞാൻ മോനോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ ഏട്ടനും അങ്കിളുടെ അനിയത്തിയുമാണ് കല്യാണം കഴിച്ചത്, അവർക്കൊരു മോളുണ്ടെന്ന്. ആ, അവൾ വന്നിട്ടുണ്ട്, അതിൻ്റെ ബഹളമായി കേൾക്കുന്നേ. അത് കേട്ടതും ശങ്കരുടെ മനസ്സിലെ വല്ലാത്തൊരു പ്രതീക്ഷ വന്നു. മോളെ പാറു, താഴേക്ക് വന്നേ എന്ന് ആൻറ്റി വിളിച്ചു പറഞ്ഞു. അത് കേട്ടതും വന്ന പ്രതീക്ഷ അതുപോലെ പോയി. അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. പെട്ടെന്ന് പോയാൽ മതിയായിരുന്നു എന്നവന് തോന്നി. അപ്പോഴാണ് നമ്മുടെ ഗൗരിയും ഗൗതമും വരുന്നേ. എന്താ ആൻറ്റി എന്ന് മുകളിൽ നിന്ന് ചോദിച്ചിട്ട്. കോണിപ്പടി ഇറങ്ങി ശങ്കറിനെ കണ്ടതും ഗൗരി ഷോക്കായി. ശങ്കരൻ തന്നെ. അവൻ്റെ മുഖം വിടർന്നു. രണ്ടാളും ചുണ്ടിൽ ഒരു മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു.